ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ചാലഞ്ച് വീഡിയോ ആണ്. അതായത് ഇവൾക്ക് എന്നെ എത്രത്തോളം നന്നായിട്ട് അറിയാം, അതുപോലെ എനിക്ക് ഇവളെ എത്രത്തോളം നന്നായിട്ട് അറിയാം. അതായത് ഹൗ വെൽ ഡു യു നോ യുവർ സിസ്റ്റർ. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് അധികം ലേറ്റ് ആവാതെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മള് 15 ക്വസ്റ്റ്യൻസ് പറയാൻ പറ്റില്ല, കാരണം ചോയ്സ് ഇപ്പൊ ഫേവറേറ്റ് കളർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം ചോയ്സിൽ നമ്മൾ നോട്ട്ബുക്കിൽ രണ്ടാളും എഴുതി വെച്ചിട്ടുണ്ട്. ഇനി തുടക്കം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പറയും, അപ്പൊ തന്നെ ആൻസേഴ്സ് എഴുതണം. എഴുതി കഴിഞ്ഞിട്ട് ഇവളുടെ ഫേവറേറ്റ് ഞാൻ എഴുതും, എന്റെ ഫേവറേറ്റ് അവൾ എഴുതും. അത് രണ്ടും സെയിം ആയാൽ ഒരേ പൊരുത്തമുണ്ട്. അതേ സമയത്ത് രണ്ടും മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, അതായത് ഇവളുടെ ഫേവറേറ്റ് എനിക്ക് നന്നായിട്ട് മനസ്സിലായി, എന്റെ ഫേവറേറ്റ് ഇവൾക്ക് നന്നായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ ഇവളെ അത്രത്തോളം നന്നായിട്ട് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ അവൾ എന്നെ അത്രത്തോളം നന്നായിട്ട് മനസ്സിലാക്കുന്നു എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് നമ്മുടെ ചോക്ലേറ്റ് ആണ്. ഫേവറേറ്റ് ചോക്ലേറ്റ് ആണ്. നിന്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് പറയട്ടെ. ഞാൻ പറയട്ടെ, ഡയറി മിൽക്ക്. ഡയറി മിൽക്ക്. നിന്റെ ഫേവറേറ്റ് 5 സ്റ്റാർ. 5 സ്റ്റാർ എഴുതി. ഫസ്റ്റ് വൺ. അപ്പൊ രണ്ടാൾക്കും ഓരോരോ പോയിന്റ്. ഇവിടെ വരട്ടെ പോയിന്റ്. ഇനി ഫുഡ് ഇട്ടാ. ഫുഡ് ഫേവറേറ്റ് ഫുഡ് പറയുമ്പോ എല്ലാ ഫുഡും പെടും കേട്ടാ. ഒന്നും ഓർമ്മ വരുന്നില്ല, തെറ്റുണ്ടോന്നു. ഞാൻ നിന്റെ ഫേവറേറ്റ് എഴുതേണ്ടത്. ഞാൻ നിന്റെ ഫേവറേറ്റ് എഴുതും. ഞാൻ എഴുതി കഴിഞ്ഞു. എന്റെ ഫേവറേറ്റ് പറയട്ടെ. നിക്ക് ഒരു കാര്യം ചെയ്യാ. നമ്മളിങ്ങനെ പറയുമ്പോ അവർക്ക് അറിയില്ലല്ലോ നമ്മൾ എന്താണ് എഴുതിയിട്ടുള്ളത്. തിരിച്ച് കാണിച്ചു കൊടുക്കാം. അറിയുന്നുണ്ട നിന്റെ ഫേവറേറ്റ് തിരിച്ചു കാണുന്ന. ഞാൻ എഴുതിയിട്ടുള്ളത് ബിരിയാണി ആണ്. അവളുടെ ഫേവറേറ്റ് എനിക്ക് അതാണ് എനിക്കെന്ന് അറിയുന്നത്. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. നിന്റെ ഫേവറേറ്റ് എനിക്ക് തോന്നുന്നു ചിക്കൻ ബിരിയാണി ആയിരിക്കുമെന്ന് എനിക്ക് അറിയില്ല. സത്യം പറഞ്ഞ എനിക്ക് 2 ഫേവറേറ്റ് 3 ഫേവറേറ്റ് ഉണ്ട്. ചിക്കൻ ബിരിയാണി, അതുപോലെ ഫ്രൈഡ് റൈസ്, പിന്നെ കഞ്ഞിയും പയറും. പക്ഷെ ശരിക്കും ഇപ്പൊ കുറെ ആയിട്ട് എനിക്ക് ചിക്കൻ ബിരിയാണിയോട് ഒരു ഭ്രാന്താണ്. അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ ബിരിയാണി ചെയ്തത്. എനിക്ക് കഞ്ഞി അറിയായിരുന്നു, പിന്നെ ഇതിൽ പെടുവോന്നൊക്കെ എന്റെ മനസ്സിൽ തോന്നുന്നു. ഇനി ഐസ്ക്രീം. അതിൽ ഡൗട്ടേ ഉണ്ടാവില്ല. ഐസ്ക്രീം ഞാൻ എഴുതിയത് ബട്ടർ സ്കോച്ച്. രണ്ടാൾക്കും ഒരേ ഫേവറേറ്റ് ആയതുകൊണ്ട് പിന്നെ അതിന്റെ ഒരു പ്രശ്നമില്ല. നെക്സ്റ്റ് ആക്ടർ ആക്ട്രസ് രണ്ടും പറയണം കേട്ടോ. ആക്ടറും പറയണം, ആക്ട്രസും പറയണം. അറിഞ്ഞൂടാ, പണ്ടത്തെ ഫേവറേറ്റ് എനിക്ക് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴത്തെ ഒന്നും പുതിയ എനിക്ക് ഇവളുടെ ആക്ട്രസിന്റെ കാര്യമൊന്നും അറിയില്ല കേട്ടോ. കാരണം ആക്ടർ ആക്ട്രസ് ഒക്കെ ഓരോ സിനിമ ഒന്നും മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ രണ്ടാൾക്കും അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്തായാലും എന്താ സംഭവം അറിയില്ല. ഞാൻ എന്തായാലും എഴുതി വെച്ചിട്ടുണ്ട്. ആക്ടർ പറയട്ടെ. ഞാൻ പറയാം എന്റെ ആക്ടറിന് കാണാൻ പറ്റുന്നില്ല. ഞാൻ എഴുതിയത് ഇവളുടെ ഫേവറേറ്റ് ആക്ടർ വിജയ്, പ്രഭാസ്, അതുപോലെ അഥർവ. വിജയ് പിന്നെ എപ്പോഴും ഫേവറേറ്റ് തന്നെയാണ്. പ്രഭാസ് മറ്റേ ബാഹുബലിയൊക്കെ അതൊക്കെ ആയ സമയത്ത് അതിന് മുന്നേ ഒരു അനുഷ്കന്റെയും പ്രഭാസിന്റെ ഒരു ഫിലിം ഉണ്ടായിരുന്നില്ലേ, മിർച്ചി. അതൊക്കെ ഫേവറേറ്റ് ആയതുകൊണ്ട് പ്രഭാസ്. പിന്നെ അഥർവ മറ്റേ അതിനുശേഷം അഥർവ. പിന്നെ ആക്ട്രസ് ഞാൻ നയൻതാര നേരി. എനിക്ക് ശരിക്കും അറിഞ്ഞുകൂടാ നയൻതാര നേരി. എനിക്കറിയില്ല. ഇപ്പൊ നയൻതാരന് ഇഷ്ടമാണ്, അനുഷ്കനെ ഇഷ്ടമാണ്, മഞ്ജു വാര്യറിന് ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ നമ്മൾക്ക് അങ്ങനെ നമുക്ക് രണ്ടാൾക്കും അങ്ങനെയൊന്നുമില്ല. അപ്പൊ ആക്ട്രസ് ആക്ടർ എന്ന് പറയുമ്പോ ഞാന് നിന്റെ എഴുതിയിരിക്കുന്നത് ആക്ടർ വന്നിട്ട് വിജയും ശിവകാർത്തികനും, പിന്നെ ആക്ട്രസ് അനുഷ്കയും മഞ്ജു വാര്യരും. സത്യം പറഞ്ഞ എനിക്ക് നയൻതാരനെ ഇഷ്ടം. നിനക്ക് ആരിനെ ഇഷ്ടം? എനിക്ക് നയൻതാരനെ ഇഷ്ടമാണ്, തമലിന് ഇഷ്ടമാണ്, അനുഷ്കന് ഇഷ്ടമാണ്. അപ്പൊ അത് തെറ്റിയില്ലേ? നീ നയൻതാരന്നല്ല എഴുതിയത്. ഞാൻ അല്ല, നിന്റെ ഇഷ്ടം നയൻതാര ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്റെ ഇഷ്ടം നയൻതാരയായിരുന്നു. ശരി, ഞാൻ തെറ്റി. പിന്നെ ആക്ടർ കറക്റ്റാണ്ട. ശിവകാർത്തികനും വിജയും എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ എന്റെ ഒരു പോയിന്റ് കുറഞ്ഞിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് കളർ കേട്ടാ. കളറിനെ കളറ് എനിക്ക് സത്യമായിട്ട് വലിയ ഊഹമൊന്നുമില്ല. ഞാൻ ചുമ്മാ അങ്ങോട്ട് തള്ളി വിട്ടിട്ടുണ്ട്. എന്താണാവോ എഴുതിയ
ഞാൻ പറയട്ടെ എന്റെ ഫേവറേറ്റ് പറയുന്നത് ബ്ലാക്ക്, വൈറ്റ്, പിങ്ക്, ബ്ലൂ അതൊക്കെയാണ്. നിന്റെ ഫേവറേറ്റ് എന്താണ്? എന്റെ ഫേവറേറ്റ് റെഡ്, ബ്ലൂ. അതാണ് എന്റെ ഫേവറേറ്റ്. ഞാൻ റെഡിന്റെ ഓർമ്മയേ ഇല്ല, ഞാൻ നേരെ ബ്ലൂ എഴുതി ഭാഗ്യത്തിന്. ഇവളുടെ ഫേവറേറ്റ് ഞാൻ എഴുതിയിരിക്കുന്നത് റെഡും ബ്ലാക്ക് ആണ്. ഭാഗ്യത്തിന് ബ്ലാക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ് 6th വൺ സോങ് അല്ല ബെസ്റ്റ് ഫ്രണ്ട്. ബെസ്റ്റ് ഫ്രണ്ട്, അതിലാണ് ഇനി കൺഫ്യൂഷൻ വരാൻ പോകുന്നത്. എഴുതിയാ? പക്ഷെ ഒരു കുട്ടിയുടെ പേര് എനിക്ക് കുഴപ്പമില്ല, ഏകദേശം ഊഹം പറഞ്ഞാൽ ഞാൻ കണ്ടുപിടിച്ചുതരാം. ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ എഴുതിയിരിക്കുന്നത് ഷാനിയ, കിരൺ, അനുശ്രീ, പിന്നെ മറ്റേ ആ കുട്ടിയില്ല നേരത്തെ 7th പഠിച്ചുള്ള കുട്ടി അർഷിത. അർഷിത, അതിനെ അർഷിത. അർഷിന്റെ പേര് സത്യമായിട്ട് ഞാൻ ഇപ്പൊ മറന്നു പോയതാണ്. ശരിക്കും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ക്ഷമിക്കണം. ശരി, ചാലഞ്ച് ചെയ്യാൻ പറഞ്ഞത് അർഷിത ഉണ്ടോ? അതാണ് വേറെ കാര്യം. അർഷിതയ്ക്ക് കൈയിടി. ശരി, അടുത്ത ഞാൻ ചക്കുവിന് എഴുതിയിട്ടുള്ളത് എച്ചു, അതായത് ലക്ഷ്മി ചേച്ചി, വാണി ചേച്ചി, രാധിക ചേച്ചി, അപർണ ചേച്ചി. അത് ശരിയാണ്. പക്ഷെ വന്ദനയും കൂടി ഉണ്ടായിരുന്നു, അത് മിസ് ചെയ്തു. പക്ഷെ ഫ്രണ്ട്സ് പറയുമ്പോ നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ അതിന് എച്ചു, ലച്ചു, പിന്നെ രാധു, വന്ദന. ചേച്ചി മറന്നുപോയതാണ്, ക്ഷമിക്കണം. ശരി, അപ്പൊ കറക്റ്റ് ഉള്ളത് ഏതെങ്കിലും ഒന്ന് ശരിയായി മതിയല്ലോ. അപ്പൊ എല്ലാം ഏകദേശം ശരിയായി വന്നിട്ടുണ്ട്. അടുത്തത് വന്നിട്ട് ഫേവറേറ്റ് സോങ് ആണ്. ഇവളുടെ സോങ് അല്ലേ? ഇവൾക്ക് അങ്ങനെ എന്ത് സോങ് ഇടാമോ? അയ്യോ, അതായിരുന്നു. അയ്യോ, എനിക്ക് മറന്നു. കിട്ടി. അതാ അവളുടെ സോങ് എനിക്ക് അറിയില്ല കേട്ടാ. സോങ് ഫിലിമാണെങ്കിൽ ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ. അത് സോങ് തമിഴ് സോങ് ഒക്കെ എല്ലാം ഇഷ്ടമാണ്. മലയാളവും അത്യാവശ്യം എനിക്ക് ഇഷ്ടമാണ്. ഞാൻ കുറച്ചെണ്ണം എഴുതിക്കാം. എത്ര എഴുതുന്നു? ഒരു 2-3 എഴുതാം. എനിക്ക് അത് അത്ര വൃത്തിയിട്ട് അറിയില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഓക്കെ. ഒരു മിനിറ്റ് സെക്കൻഡ് വെയിറ്റ് ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ. സത്യമായിട്ട് പാട്ടൊന്നും എനിക്ക് ബോർ വരുന്നില്ല. സിനിമയാണെങ്കിൽ ഒരു കൈ നോക്കിയില്ലേ? സിനിമ നമ്മൾ എഴുതിയിട്ടില്ല ഇതില്ലേ. അപ്പൊ സിനിമ പറയാലോ. ഇവളുടെ ഫേവറേറ്റ് പോക്കിരാജൊക്കെയാണ്. എന്നെ നാണം കെടുത്തത്. സത്യമായിട്ട് പോക്കിരാജ കണ്ടോണ്ടേയിരിക്കും. ജില്ല കണ്ടാങ്കി ആ പാട്ട് ഇഷ്ടമല്ല. പാട്ട് കുഴപ്പമില്ല. ജില്ല, പോക്കിരാജ. പിന്നെ ഇവൾക്ക് ഈ സോങ്സ് പറയുമ്പോ ഞാൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ വെക്കാട്ടാ, അത് നല്ലത്. ഓക്കെ മതി. ടൈം എത്ര പ്രാവശ്യമായില്ലേ ശരി, ഞാൻ പറഞ്ഞത് എനിക്ക് തെറ്റി സത്യം പറഞ്ഞ. ഇവൾക്ക് ഈ വിജയ് സോങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ ഉണ്ണാലെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പൊ കുറച്ചു മുമ്പ് എന്താ പാട്ടുകൊണ്ടെങ്കിൽ ഉണ്ണ വിട്ട യാറോ എനിക്ക് അതൊക്കെ പാടിക്കൊണ്ടു. അപ്പൊ എനിക്ക് ഏതാണ് ഫേവറേറ്റ് എന്ന് മനസ്സിലായി. എന്റെ ഫേവറേറ്റ് ഞാൻ ഊഹിച്ചത് ഒന്ന് ഉണ്ണ വിട്ട യാരോ എനിക്കില്ല, അത്. പിന്നെ വേറെ ജീവാംശമായി, വേറെ അത്. അങ്ങനെ 3 പാട്ടുകളാണ് ഇഷ്ടം, ഫേവറേറ്റ്. പിന്നെ എനിക്ക് തോന്നുന്നു ചക്കുവിന്റെ മറുവാർത്ത പേസത് അതിഷ്ടാണ്. പിന്നെ 1000 കണ്ണുള്ള മാലാഖവാനില അത് എനിക്കിഷ്ടാണ്. പിന്നെ അടിമഴ വരും, അത് ചക്കുവിന്റെ മാസ്റ്റർ പീസാണ്. നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് അതേ പാട്ടാ പാടുള്ളൂ. അപ്പൊ വസീകര. പിന്നെ ഞാൻ ചക്കുവിന്റെ ചെയ്ത് ഉണ്ണ വിട്ട യാരോ എനിക്കില്ല, അത് കണ്ടിട്ടാ. സത്യമായിട്ടും എനിക്ക് വസീകരെ കുറച്ച് ഭ്രാന്താണ്. ഈ അടിയും മഴയും വരും ആ ലിറിക്സ് ഇല്ലേ, അവിടെ മുതൽ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ മറുവാർത്ത പേസല ആ പാട്ട് ഇഷ്ടമാണ്. പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഇവള് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതല്ലാതെ ഒരു പാട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് പണ്ടത്തെ പാട്ടാണ്. എന്താ പൂജനെ മാത്രം നോക്കിയുള്ളൂ. അപ്പൊ ഇവളുടെ ശരിക്കും എനിക്ക് തെറ്റിപ്പോയിട്ടാ. സത്യം പറഞ്ഞാൽ ഇവൾക്ക് ഉണ്ണാലെ എന്നാലും ഇഷ്ടമാണ്. പക്ഷെ എന്നാലും അത്രയ്ക്ക് ഇഷ്ടമല്ല. പിന്നെ ഉണ്ണവിറ്റ ഇഷ്ടമാണ്, എന്നാലും ഇപ്പൊ ഇഷ്ടപ്പെട്ടു. ശരിക്കും അവൾക്ക് ഫേവറേറ്റ് ഈ ജീവാംശമായി, പിന്നെ പവിഴ മഴയെ അതാണ് കേട്ടോ. അപ്പൊ എനിക്ക് തെറ്റി. അപ്പൊ എനിക്കൊരു പോയിന്റ് ലക്ഷം. അപ്പൊ 7 കാറ്റഗറികൾ നമ്മൾ നോക്കി. അതില് ഇപ്പൊ എനിക്ക് 6 പോയിന്റ്, ഇവൾക്കും 6 പോയിന്റ്. ടൈ ആണ്.
നമുക്ക് 8ാമത്തെ നോക്കാം. അതായത് ബിസ്ക്കറ്റ്. ഫേവറേറ്റ് ബിസ്ക്കറ്റ്. ഇത് ഞാൻ മെയിൻ കഴിഞ്ഞു. എന്റെയും മെയിൻ ഹൈഡ് ആൻഡ് സീക്ക്, ഡാർക്ക് ഫാന്റസി. അവൾക്ക് ഡാർക്ക് ഫാന്റസിയാണ് ഏറ്റവും ഇഷ്ടം. അല്ലേ? നിന്റെയാണ് ഞാൻ പറഞ്ഞത്. അത് കറക്റ്റ് തന്നെ. എനിക്ക് ഹൈഡ് ആൻഡ് സീക്ക് ഡാർക്ക് ഫാന്റസിയാണ് ഇഷ്ടം. നിനക്കും അതന്നെ ഇഷ്ടം അല്ലെ? എനിക്കും അതന്നെയാണ് ഇഷ്ടം, ഡാർക്ക് ഫാന്റസി. ഇവൾക്ക് ഡാർക്ക് ഫാന്റസിയാണ് കൂടുതൽ ഇഷ്ടം. വേറെ ബിസ്ക്കറ്റിനോടാണ് വലിയ താല്പര്യം കാണിക്കാറില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് ബൈക്ക്. ബൈക്ക് എനിക്കറിയില്ല, അറിയണത് വേണ്ട. എനിക്ക് ബൈക്കിലും അതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ എന്നാലും പറയുമ്പോ പറയണല്ലോ. പറയണം. പക്ഷെ എനിക്ക് ബൈക്കിൽ എഴുതിയ ഞാൻ വിചാരിക്കുന്നത് നിന്റെ ഫേവറേറ്റ് ബുള്ളറ്റ് എന്നാണ്. ശരിയാണ്. എനിക്ക് ബുള്ളറ്റ് ആണ് കുറച്ചും കൂടി. എനിക്കും ഇഷ്ടം. ഇല്ലെങ്കിലും കാണുമ്പോ നമ്മള് ഫസ്റ്റ് നോക്കുന്നത് ബുള്ളറ്റ് ആണല്ലോ. അപ്പൊ എനിക്കും ഇഷ്ടം ബുള്ളറ്റ് തന്നെയാണ്. ഞാൻ ബുള്ളറ്റും ഡ്യൂക്കും എഴുതിയിട്ടുണ്ട്. ഉള്ള ഫേവറേറ്റ് പറഞ്ഞിട്ട് അവൾക്ക് ബുള്ളറ്റും ഡ്യൂക്കും ഇഷ്ടമാണ്. ഇനി നെക്സ്റ്റ് 10ാമത്തെ, ആൾക്ക് ബുള്ളറ്റ് ഒരു സ്ഥലം വരെ പോകണമെന്നൊക്കെയാണ്. പിന്നെ അടുത്തത് അടുത്തത് ഫേവറേറ്റ് സ്വീറ്റ്. എനിക്ക് ആലോചിക്കേണ്ട ആവശ്യമേ വരില്ല. എനിക്കും ഇല്ല. അങ്ങനെ അവള് മാത്രം ഇത് കുറച്ച് കാത്തിരിക്കുന്നതാണ്. ഇനി വീട്ടിന്റെ കവർ മാത്രം കാണിച്ചു വെക്കുന്നത്. അത് ബാക്കിൽ തൈകൾ അവര് നോക്കി എഴുതി വെച്ചിരിക്കുകയാണ്. അല്ലല്ല, അത് ചോയ്സ് എഴുതിക്കാട്ടോ. നിന്റെ ഫേവറേറ്റ് പേട, ഗുലാബ് ജാം. ശരിയാണ്. എനിക്ക് ഗുലാബ് ജാം എനിക്ക് അത്ര ഫേവറേറ്റ് അല്ല. പക്ഷെ പേട, അത് പാൽപ്പേട ഉണ്ടല്ലോ ഇങ്ങനെ സ്ക്വയർ ഷേപ്പ്, അതെനിക്കാണ് ഇഷ്ടം. ഇനി ഇവളുടെ അല്ലേ ലഡു. അവൾക്ക് ലഡുവാണ് എനിക്ക് ഇഷ്ടം, ലഡു കുട്ടിയുടെ. അപ്പൊ എനിക്ക് ആദ്യം ഇഷ്ടമായിരുന്നു, ഇപ്പോഴും ഇഷ്ടമാണ്. ശരി, നെക്സ്റ്റ്. അപ്പൊ അത് കറക്റ്റ് അല്ലേ? അടുത്തത് ഫേവറേറ്റ് ഫ്രൂട്ട്. അത് ചിലപ്പോൾ ആലോചിക്കാനില്ലെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് പക്ഷെ കുറച്ച് ആലോചിക്കാനുണ്ട്. ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ഫ്രൂട്ട്സ്. അങ്ങനെ ജ്യൂസ് ഫ്രൂട്ട് നമ്മളൊക്കെ ഫ്രൂട്ട് ജ്യൂസ് ഒക്കെ എടുത്ത് കുടിക്കില്ലേ? അവൾക്ക് അങ്ങനെ അതിനൊന്നും വലിയ ഇതൊന്നുമില്ല, ഇഷ്ടമല്ല. അവൾക്ക് അതൊന്നും ഇഷ്ടമല്ല. മാംഗോ ഫ്രൂട്ട് അങ്ങനെയൊന്നും ഇഷ്ടമല്ല. മാങ്ങ കഴിക്കാൻ ഇഷ്ടമാണെങ്കിലും അങ്ങനെ ഫ്രൂട്ടായിട്ട് ജ്യൂസായിട്ട് കഴിക്കാൻ ഇഷ്ടമല്ല. അവൾക്ക് എല്ലാം അങ്ങനെ തോന്നിയാൽ കഴിക്കുള്ളൂ, അല്ലാണ്ട് നിർബന്ധമൊന്നുമില്ല. പക്ഷെ എനിക്ക് അങ്ങനെ എനിക്ക് എല്ലാ ഫ്രൂട്ട്സും. ശരി, നിന്റെ പറയട്ടെ ഞാൻ. എനിക്ക് ഇവർക്ക് ഓറഞ്ചും പച്ചമാങ്ങ ഫ്രൂട്ടാണോ? ആണ്, മാംഗോ ഫ്രൂട്ടാണ്. അപ്പൊ പഴുത്ത മാങ്ങ കഴിക്കും, പച്ചമാങ്ങ കഴിക്കും. അത് പച്ചമാങ്ങ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. എല്ലാവർക്കും ഇഷ്ടമാണല്ലോ പച്ചമാങ്ങ. നീ പറ. പിന്നെ എനിക്ക് നിന്റെ ഫേവറേറ്റ് നീ പറ. എന്റെ ഫേവറേറ്റ് പോമിഗ്രാനേറ്റും പിന്നെ ഓറഞ്ചും മാംഗോ പിന്നെ ഗ്രേപ്സ്. അങ്ങനെ അതൊക്കെ തോന്നിയാ കഴിക്കുള്ളൂ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത്രയും ചോയ്സ് ഉണ്ട് ഇതില്. എന്റെ ഫേവറേറ്റ് ഇതാണ്. അല്ല, നിങ്ങൾ ശരിയാക്കിയോ? ഇല്ല, ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാ പോമിഗ്രാനേറ്റ് ഇഷ്ടമാണ്, ഓറഞ്ചും ഇഷ്ടമാണ്, പിന്നെ മാങ്ങ കഴിക്കൂലോ, അപ്പൊ അതും ഇഷ്ടമാണല്ലോ. അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ എന്റെ ഫേവറേറ്റ് പറയാം. എന്റെ ഫേവറേറ്റ് കളിക്കാൻ ഞാൻ ഓറഞ്ച്, ഗ്രേപ്സ്, ആപ്പിള് അല്ലേ? നിനക്ക് ആലോചിക്കാം. എനിക്ക് ഓറഞ്ച് നീ കഴിക്കില്ലോ വീട്ടിൽ വാങ്ങിയ? ഓറഞ്ച് കഴിക്കും. എനിക്ക് ഓറഞ്ച് ഇഷ്ടമാണ്. പിന്നെ അപ്പൊ എനിക്ക് എന്താ ശരിക്കും ഇഷ്ടം? ആപ്പിളും ഇഷ്ടമാണ്, ഗ്രേപ്സും ഇഷ്ടമാണ്, എല്ലാത്തിനും കഴിക്കില്ലോ. എനിക്ക് പക്ഷെ പോമിഗ്രാനേറ്റ് കുറച്ചും കൂടി. അത് നീ കഴിക്കണം, ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇടയ്ക്ക് ഓറഞ്ച് ഇഷ്ടമല്ല. ഓറഞ്ച് ഇഷ്ടമാണ്, പോമിഗ്രാനേറ്റ് ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് രണ്ടും, ഞാൻ ഓറഞ്ച് ഇട്ടിട്ടുണ്ട്, ഇവിടെ ഓറഞ്ച് ഇട്ടിട്ടുണ്ട്. അപ്പൊ കട്ടാവുകയാണെങ്കിൽ രണ്ടാമതും കട്ടാവണ്ടാ, അത് വേറെ പോയില്ല. അപ്പൊ നമ്മൾ തൈല നിൽക്കുന്നത്, അതായത് ഇപ്പൊ 11-ന് 10 രണ്ടാൾക്കും അല്ലേ? നമ്മൾ മറ്റേത് തെറ്റിച്ചത് ആക്ട്രസ്. അടുത്തത് ശരിക്കും ഫ്രൂട്ട്സ് നമുക്ക് രണ്ടാൾക്കും ഇല്ല, അത് കട്ട് ചെയ്യും നല്ലത്. ശരി, ഫ്രൂട്ടും കട്ട് ചെയ്യാം. അപ്പൊ 9 ശരിയായി കൂട്ടാ. 11 രണ്ടെണ്ണം തെറ്റി. തെറ്റിയത് പറഞ്ഞാൽ ശരി തെറ്റി. നെക്സ്റ്റ് വൺ, ഫേവറേറ്റ് പ്ലേസ്. ഞാൻ എഴുതി വെച്ചു നേരത്തെ വീട്ടിൽ. ഞാൻ പറയട്ടെ, ചക്കുവിന്റെ ഫേവറേറ്റ് പ്ലേസ് പാരീസ്. ശരിയാണ്, കണ്ടിട്ടില്ലാന്നുള്ളൂ. കാണാത്ത സ്ഥലങ്ങളാണല്ലോ. നമുക്ക് ആ ഫീലുള്ള ഇഷ്ടമാണ് എനിക്ക് ഈ പാരീസിനോടുള്ള ഇഷ്ടം. എപ്പോഴും എന്റെ ഫേവറേറ്റ് പറയും ഹിമാലയ.
സത്യമായിട്ട് അവൾക്ക് ബുള്ളറ്റ് ഹിമാലയ പോണെന്നാണ് ഏറ്റവും വലിയ ഞാൻ ഒരു പ്രാവശ്യം ക്ലാസ്സിൽ നിന്ന് ഡ്രീം ചെയ്തിട്ടുണ്ട്. ഡേ ഡ്രീം ദിവാസ്വപ്നം. ഞാനും ഇവളും കൂടി ബുള്ളറ്റില് വഴി തെറ്റി പോകണം. അതിനെങ്കിലും എന്നെ കൂട്ടി വഴി തെറ്റുമ്പോഴെങ്കിലും. ഓക്കെ, നെക്സ്റ്റ്. അത് കറക്റ്റാണ്. 13th വൺ ഫേവറേറ്റ് യൂട്യൂബർ. അതെനിക്ക് അറിയാം. അവള് എല്ലാവരുടെ വീഡിയോസ് ഇരുന്ന് കാണും. എല്ലാവരും കാണും. സമയം പോണ്ടേ. അയ്യോ പിന്നെ അയ്യോ അവരുടെ പേരെന്തായിരുന്നു? ശരി, അവന്റെ പേര് മറന്നു പോയിട്ട. പക്ഷെ പേര് ഓർമ്മ, ചാനലിന്റെ പേരൊക്കെ മറന്നു. ചക്കൂന്റെ ഏതായിരുന്നു? എഴുതട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. പരാജയപ്പെട്ടു. സബ്സ്ക്രൈബ് ചെയ്യുന്നത് എനിക്കറിയില്ല. അത് എന്തെങ്കിലും ഒരു ചോയ്സ് എഴുതി വെച്ചാ? വെറുതെ എന്തെങ്കിലും എഴുതി വെച്ചോ? ശരി, നീ ആദ്യം നിന്റെ ഫേവറേറ്റ് പറയാം. എന്റെ ഫേവറേറ്റാ. എനിക്ക് ഫേവറേറ്റ് യൂട്യൂബർ എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞ എനിക്ക് യൂട്യൂബ് ചെയ്യണം എന്ന് തോന്നിയത് സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണി കണ്ടിട്ടാണ്. സത്യമായിട്ടും എനിക്ക് ആ ചേച്ചി സംസാരം ഇഷ്ടമാണ്. സ്ലാങ് എന്നല്ല, നമ്മളോട് ഐ മീൻ ശരിക്കും ഒരു യൂട്യൂബ് എടുക്കുന്ന സമയത്ത്, വീഡിയോസ് എടുക്കുന്ന സമയത്ത് സംസാരിക്കുന്ന രീതി എനിക്ക് ഇഷ്ടമാണ്. അതാണ് എനിക്കിഷ്ടം. പിന്നെ എനിക്ക് വേറെ ഇഷ്ടം അർജുന ഇഷ്ടമാണ്. എന്നാലും സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണിയാണ് ഇങ്ങനെ ഫേവറേറ്റ് നോക്കാം. ഞാൻ അത് രണ്ടെണ്ണം എഴുതി, സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണിയും അർജുൻ. ഇനി എന്റെ എന്താ എഴുതിയിരിക്കുന്നത്? നിന്റെ ഇല്ലേ, നിന്റെ എല്ലാവരും യൂട്യൂബ് ഇരുന്ന് കാണും. സബ്സ്ക്രൈബ് ചെയ്യോ ഇല്ലയോ അതൊന്നും കാണില്ല. വ്ളോഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ കാണും. അത് പിന്നെ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണല്ലോ വ്ളോഗ് കാണാൻ വേണ്ടിട്ട്. അപ്പൊ വ്ളോഗ് ഉണ്ടെങ്കിൽ ചാലഞ്ച് വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണാം. ഞാൻ പറയട്ടെ, ജാബിഷില്ലേ അത്, സെറ്റോക്സ്, അർജു, പിന്നെ റാം വിത്ത് ജാനു. നീ ഒരു അമ്മുവിന്റെ എന്തോ കാണില്ല? ട്രാവൽ കിക്സ് അശ്വിൻ. അതാണ് എനിക്ക് പേര് പറഞ്ഞു. ഞാൻ അമ്മു നോക്കി എനിക്ക് തോന്നുന്നു. അതുള്ളതാ, അതുള്ളത്. അത് ഇരുന്ന് അതായത് എല്ലാവരും, അതായത് അവര് കാണുന്നുണ്ടെങ്കിൽ നോക്കണ്ട. കാരണം ഇവളെനിക്ക് ഫുള്ള് എല്ലാം ഇരുന്ന് കാണും. ഇവളുടെ ഫോണിൽ കാണാൻ കൂടാതെ എന്റെ ഫോണിൽ വന്നിട്ട് അതെന്നെ ഇരുന്ന് കാണുന്നതാണ്. അത് നല്ല രസമാണ്. അവന്റെ സ്ലാങ്ങും അമ്മു അച്ഛനൊക്കെ പറയില്ല, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മള് കാണുന്ന സമയത്ത് അവരെങ്ങനെ പ്രസന്റ് ചെയ്യാന്നല്ലേ നോക്കുക. അപ്പൊ നമുക്ക് ഇഷ്ടാവൂലേ. നീ എന്താ എഴുത്? ഞാൻ അമ്മു റൗണ്ട് വെച്ചു. കാരണം എനിക്ക് പേരറിയില്ല. ഞാൻ സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണീന്ന് എഴുതി. അപ്പൊ അത് കറക്റ്റ് ആണ് രണ്ടാമതെയും. ശരി, അപ്പൊ നമുക്ക് ടിക്കറ്റ് കേട്ടോ. ഓക്കെ, 14ാമത്തെ ഹോബി. ഹോബി എഴുതി. ചേച്ചി അബിന്നൊന്നും വിളിക്കണ്ട, അവിടെ ഞങ്ങൾ യൂട്യൂബ് എടുത്തോണ്ടിരിക്കുകയാണ്. വലിയ ആലോചനയിലാണല്ലോ. നീ ആദ്യം എന്റെ പിന്നെ നിനക്ക് വേഗം എളുപ്പമായതുകൊണ്ട് വേഗം. ഇവളുടെ ഫേവറേറ്റ് സിംഗിങ് ഹോബി. ഡാൻസിങ് ഉണ്ട്. സിംഗർ ഡാൻസർ. പക്ഷെ ഇല്ലേ, സിംഗിങ് ആണ് മെയിൻ. കാരണം എപ്പോ ഒരു പാട്ട് കിട്ടിയോ അതിങ്ങനെ പാടി പാടിക്കൊണ്ട് വീർപ്പിച്ചുകൊണ്ടിരിക്കില്ല. സംഗീതം ഉള്ളിന്ന് വരിക. എന്നിട്ട് രാത്രി എടുക്കും ഉറങ്ങുമ്പോഴെടുക്കും ഒരാൾ പാട്ട് പാടിക്കൊണ്ടേ അത് പ്രത്യേക ഇഷ്ടമാണ്. ആ പാട്ട് ഇങ്ങനെയല്ലേ, ഈ പാട്ട് ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. സിംഗിങ് ആണ് മെയിൻ പാഷൻ. പിന്നെ ഡാൻസ് കളിക്കണ്ട, അത് കളിക്കും. എന്നാലും സിംഗിങ് കമ്പയർ ചെയ്യുമ്പോ ഡാൻസിങ്ങിനോടുള്ള ഇൻട്രസ്റ്റ് കുറച്ച് കുറവാണ്. ഞാൻ എന്റെ ഹോബി പറയട്ടെ. ഞാൻ പറയട്ടെ, ലിസണിങ് മ്യൂസിക്, യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നത്, ഡ്രോയിങ്. സത്യം കേട്ടോ. എനിക്ക് മറ്റേ ഇപ്പൊ നമ്മുടെ ഹോബി എന്ന് പറഞ്ഞാൽ നമുക്ക് ബോറടിക്കാതെ ചെയ്യാൻ പറ്റുന്ന കാര്യത്തിനല്ലേ ഹോബി എന്ന് പറയാം. എനിക്ക് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോറടിക്കാറില്ല, സമയം പോണത് അറിയാറില്ല. അപ്പൊ എനിക്ക് ഈ ഡ്രോയിങ് ആണ് കുറച്ച്. ഡ്രോയിങ് ഇഷ്ടമാണ്. പിന്നെ മ്യൂസിക് കേൾക്കാൻ ഇഷ്ടമാണ്. അത് ഇവൾക്ക് ഇഷ്ടമല്ല കേട്ടോ, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കേൾക്കാൻ ഇഷ്ടമല്ല, ഞാൻ പാടണം. അവൾക്ക് ഇവള് പാടിയിട്ട് കേൾക്കുന്നതാണ് ഇഷ്ടം. പക്ഷെ എനിക്കിങ്ങനെ പാട്ട് കേട്ടോണ്ടിരിക്കും. കുറെ നേരം പാട്ട് കേട്ടോണ്ടിരുന്നാലും വലിയ ഒന്നും ഉണ്ടാവില്ല. പിന്നെ യൂട്യൂബില് മെലഡീസ് ഒക്കെ കേൾക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഫേവറേറ്റ് ഹോബി എന്ന് പറയുന്നത് കുക്കിംഗ് ഇഷ്ടമാണ്. എന്നാലും കൂടുതലായിട്ട് എനിക്ക് ടൈം ഇപ്പൊ സ്പെൻഡ് ചെയ്യുന്നത് യൂട്യൂബിലായിരിക്കും. കാരണം എനിക്ക് അധികം ടൈം കിട്ടാറില്ല, ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് സത്യമായി സമയം കിട്ടാറില്ല. എന്നാലും ഉള്ള സമയം മ്യൂസിക് കേൾക്കാറുണ്ട്. പിന്നെ എന്റെ പാട്ട് കേൾക്കാറുണ്ട്. 15th one, last one. Mostly used app in phone. അതിപ്പോ രണ്ടുപേർക്കും ഏകദേശം ഒന്നാവാനാണ്
ചാൻസ് കൂടുതൽ. ഈവൻ പഠിക്കുമ്പോ നമ്മള് ആപ്പുകളൊക്കെ യൂസ് ചെയ്യും അല്ലേ, പഠിക്കാനുള്ള ആപ്പുകളൊക്കെ അതൊന്നും കൂട്ടുന്നുള്ള ആൾക്കാണ്. അല്ലാതെ എന്റർടൈൻമെന്റ് പർപ്പസിന് യൂസ് ചെയ്യുന്ന ആപ്പാണ് ഈ പറയുന്നത്. ഫസ്റ്റ് പ്രയോറിറ്റി യൂട്യൂബിന്, സെക്കൻഡ് വാട്സപ്പ്, തേർഡ് ഇൻസ്റ്റഗ്രാം. ശരിയാണ്ട. എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ വേണ്ടിട്ടല്ലേ യൂട്യൂബ്. ശരിക്കും ഓരോന്നും ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. ചില സമയത്തൊക്കെ ഞാൻ ഈ ചൈനീസ് കൊറിയൻ ഡ്രാമാസ് ഒക്കെ കിടന്ന് കാണുന്നതാണ്. വലിയ കാര്യമൊന്നുമില്ല, ചുമ്മാ വെറുതെ കണ്ടോണ്ടിരിക്കുന്നത്. പക്ഷെ കൂടുതൽ ടൈം നമ്മൾ പോണത് യൂട്യൂബിലാണ്. പിന്നെയാണ് വാട്സപ്പിൽ പോണതിന്റെ കാരണം എന്താ പറയുക, ഈ നോട്ട്സും കാര്യങ്ങളൊക്കെ വരുന്ന വാട്സപ്പിലായതുകൊണ്ട് അതുകൊണ്ടാണ് വാട്സപ്പ് പോകുന്നത്. അല്ലാണ്ട് വാട്സപ്പിലൊന്നും ഒന്നുമില്ല, അത്ര ആക്റ്റീവല്ല. പിന്നെ ഇൻസ്റ്റഗ്രാം നോക്കി അത്രേ ഉള്ളൂ. കാരണം 1-2 റീൽസ് ചെയ്താ ചെയ്തു. അത് എപ്പോഴും അത്രയും ടൈം കിട്ടുമ്പോ നമുക്ക് ഈ യൂട്യൂബ് വീഡിയോസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടും ടൈം കിട്ടുകയാണെങ്കിലാണ് എപ്പോഴെങ്കിലും 1-2 റീൽസ് ഇടുന്നത്. ഒക്കെ ഒന്നും കാര്യമില്ല. പിന്നെ പിക്ക് എടുക്കാറുണ്ട്, അതും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. ഇപ്പോഴൊന്നും അങ്ങനെ എടുക്കുന്നില്ല. ആദ്യമൊക്കെ ഒരു പണിയില്ലാതെ ചെയ്തിട്ടില്ല. ഒന്നും സമയമില്ല. അപ്പൊ യൂട്യൂബ് ആയിട്ടാ. ഇനി ഇവളുടെ ഫേവറേറ്റ്, ഇവളുടെ മോസ്റ്റ് യൂസ്ഡ് ആപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് യൂട്യൂബ് തന്നെ ആയിരിക്കും. കാരണം ക്ലാസ് യൂട്യൂബിലാണ്. അതെ, പിന്നെ ഇവളുടെ ക്ലാസ് യൂട്യൂബിലാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സദാസമയം വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് മെയിൻ പരിപാടി. അത് ആരിന് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇഷ്ടമല്ലെങ്കിൽ കൂടി അത് വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കും. അതൊരു എക്സ്പീരിയൻസ് അല്ലേ, എല്ലാം കാണണ്ടേ നമ്മള്, വേണ്ടേ? അതെ കാണണം. കുക്കിംഗ് വ്ളോഗ്സും കാണും, എല്ലാ വ്ളോഗ്സും കാണും, എല്ലാം കാണണം. അപ്പൊ നമുക്ക് എല്ലാവരും ഏകദേശം ഐഡിയ കിട്ടും എങ്ങനെ എല്ലാവരും പ്രസന്റ് ചെയ്യുന്നത്. ശരിയാണ്, ശരി. അതുകൊണ്ട് പിന്നെ പാട്ട് യൂട്യൂബിലെ കുറെ ചേച്ചിമാര് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതും ഫോളോ ചെയ്യും, അതും കാണും. പാട്ടുകളൊക്കെ വാട്സപ്പ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ വാട്സപ്പിൽ കവർ സോങ്സ് എനിക്ക് ശരിക്കും കവർ സോങ്, ഞാൻ പറഞ്ഞത് കവർ സോങ് തന്നെയാണ്. കവർ സോങ്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ അല്ലേ. അപ്പൊ 15 നമ്മുടെ എത്ര തെറ്റി? 2 തെറ്റി. 13. രണ്ടാൾക്കും ടൈ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. ഒരാൾക്ക് കൂടുതൽ ഒരാൾക്ക് ഇത് കഴിഞ്ഞ വീഡിയോ കഴിയുമ്പോഴേക്കും ഒരു തീരുമാനമായി. ഗുഡ് എഴുതിക്കാം നമ്മളല്ലേ. ശരി, 2 മനസ്സിലാക്കി. അതായത് ഫസ്റ്റ് മറ്റേ ആക്ട്രസില് അനുഷ്ക എന്ന് എഴുതി, തെറ്റായിരുന്നു. നയൻതാരയാണ്. ഞാൻ അനുഷ്ക എന്ന് എഴുതിയില്ല, ഇവൾക്ക് അനുഷ്കയാണ്. പിന്നെ മഞ്ജു വാര്യര് അല്ലെങ്കിൽ നയൻതാര പറ്റും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും കൂടുതൽ അനുഷ്ക. അപ്പൊ നമ്മൾ അങ്ങനെ എടുത്ത് നോക്കണല്ലോ. പിന്നെ നമ്മുടെ 11ാമത്തെ ആയിരുന്ന ആ ഒരു ഫ്രൂട്ട്, ഫേവറേറ്റ് ഫ്രൂട്ടില് പോമിഗ്രാനറ്റ് ആണ്. എനിക്കും പോമിഗ്രാനറ്റിനെ ആയിരുന്നു. പക്ഷെ ഞാൻ പോമിഗ്രാനറ്റ് എഴുതിയില്ല, ഇവളും പോമിഗ്രാനറ്റ് എഴുതി. ഞാൻ ഓറഞ്ച് എഴുതി, അവള് ഓറഞ്ചിനെ എഴുതി. അതാണ് മിസ്റ്റേക്ക് വന്നത്. ബാക്കിയല്ല നമ്മൾ ശരിയാണ്. അതൊരു മിസ്റ്റേക്ക് അല്ല, എന്നാലും അത് ഒരു മനസ്സിലാക്കാത്ത രീതിയിൽ പറ്റിയതല്ലേ. അപ്പൊ അതൊരു മിസ്റ്റേക്ക് ആണ്. അപ്പൊ 13 out of 50. രണ്ടാൾക്ക് ഒരേതായതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ട് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടി മറക്കാതെ പ്രസ് ചെയ്തേക്കാം. എന്നാൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി വരുള്ളൂ. അത് മാത്രമല്ല, നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം ഷെയർ ചെയ്യാം. ടാറ്റാ. എന്റെ ചാനലിൽ ലിങ്ക് കൂടി അത് ഷെയർ ചെയ്യാം. പിന്നെ ഇവൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കുന്നത്. അപ്പൊ പാട്ടുകളാണ് മെയിൻ. ഞാൻ പറഞ്ഞല്ലോ, ആളൊരു സകലകല വല്ലഭിയാണ്. പാട്ടാണ് മെയിൻ. അപ്പൊ പിന്നെ കുറെ കവർ സോങ്സ് ഇടുന്നുണ്ട്. ഇന്ന് തന്നെ ഒന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞുള്ളൂ. അപ്പൊ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്തേക്കാട്ടെ, പാട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. മാക്സിമം നിങ്ങൾ ഷെയറും ചെയ്യുക. അതല്ലേ കണ്ട ഓസിക്കൊരു അഡ്വർടൈസ്മെന്റ് പോലെ. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.